ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഏത്തപ്പഴം കേക്കും മഫിൻസും ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണിത്. അതുപോലെ ഈ കേക്കിന് ഓവൻ്റെയോ ബീറ്ററിൻ്റെയോ ആവശ്യമില്ല. അപ്പോൾ ഈ ഏത്തപ്പഴം കേക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നോക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയ്ക്ക് സോഡാപ്പൊടി അല്ലെങ്കിൽ അപ്പക്കാരം എന്നൊക്കെ പറയാറുണ്ട്. ഇനി 1 കപ്പ് മൈദ, പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ്, 1/2 കപ്പ് പഞ്ചസാര, 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ, ഏതെങ്കിലും മണമൊന്നുമില്ലാത്ത ഓയിൽ എടുത്താൽ മതി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ വിനാഗിരി, 1 മുട്ട, നല്ല പഴുത്ത ഒരു ഏത്തപ്പഴം. ഈ മെഷർമെന്റ് കപ്പൊന്നും ഇല്ലാതെ എങ്ങനെയാണ് അളന്നെടുക്കണേന്ന് നോക്കാം. ഈ 1 കപ്പ് എന്ന് പറഞ്ഞത് 250 ml ആണ്. ഇതുപോലത്തെ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഈ ഗ്ലാസിന്റെ അളവും 1 കപ്പ് തന്നെയാണ്. ഇനി 1 ടീസ്പൂൺ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സ്പൂണിന് 1 സ്പൂൺ എടുത്താൽ മതി. ഇത് 1 ടീസ്പൂൺ എന്ന് പറഞ്ഞത് 5 ml ആണ്. ഇനിയിപ്പോൾ അതില്ലെങ്കിൽ ഇതുപോലെ ഈ ടിന്നൊക്കെ മേടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഇട്ട് കിട്ടാറുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും 1 ടീസ്പൂൺ എന്നുള്ളത്. അളവ് പാത്രങ്ങൾ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അളന്നെടുക്കാവുന്നതാണ്. അതുപോലെ ഈ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കണ ആ ഡപ്പയും അതിനകത്തും ഓരോ മെഷർമെൻറ്റ്സും എഴുതിയിട്ടുണ്ട്. 5 ml, 10 ml, 15 ml എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യമേ തന്നെ പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു ചെറിയൊരു വയർ റാക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഇനി 1/2 കപ്പ് പഞ്ചസാര ഒരു മിക്സിയിൽ ജാറിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇതായിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഈ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. അതായത് ഇപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പഴം ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത ഏത്തപ്പഴം വേണം എടുക്കാനായിട്ട്. ഏത്തപ്പഴത്തിന് നേന്ത്രപ്പഴം എന്നും പറയാറുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോൺ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏത് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് ഗ്രൈൻഡ് ചെയ്യരുത്. ഓയിൽ ജസ്റ്റ് ഒന്ന് മിക്സ് ആവാനേ പാടുള്ളൂ. ഇനി ഈ ഗ്രൈൻഡ് ചെയ്തത് ഒരു ബൗളിലിട്ട് മാറ്റാം. ഈ മൈദയും അതുപോലെ ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് അരിച്ചെടുക്കണം. അപ്പം ഞാനിതൊരു ഫ്ലോർ സിഫ്റ്ററിലിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഉപയോഗിച്ച് അരിച്ചെടുത്താലും മതി. ഇനി ഇതിൻ്റെ ഒരു പകുതി അങ്ങോട്ട് അരിച്ചിനകത്തേക്ക് ഇട്ടതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. ഒരേ ഡയറക്ഷനിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കറിക്കൊക്കെ ഇളക്കും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊന്നും ഇളക്കരുത്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ അരിച്ചങ്ങോട്ട് ഇടാം. അപ്പോൾ സാധാരണ അരിപ്പയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഇതങ്ങനെ എല്ലാ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതൊരു 3 പ്രാവശ്യമായിട്ടാണ് പൊടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തത്. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണം വിനാഗിരി ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ചോക്കോ ചിപ്സ് ഓപ്ഷണലാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആദ്യമേ തന്നെ മഫിൻസ് റെഡിയാക്കാം. അപ്പോൾ മഫിൻസിൻ്റെ പേപ്പർ കൊണ്ടുള്ള ഇതാണിത്. പിന്നെ ഇത് സിലിക്കോണിൻ്റെ മോൾഡാണ്. പിന്നെ ഒരെണ്ണം ഞാനൊരു സ്റ്റീലിൻ്റെ എടുത്തിട്ടുണ്ട്. സിലിക്കോൺ മോൾഡ് തന്നെ പല ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇതൊരു റോസാപ്പൂവ്, പിന്നെ ലവ് ഷേപ്പ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഇതുപോലത്തെ ട്രെയിൽ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ സ്റ്റീലിൻ്റെ ഇതെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കുറച്ചൊന്ന് ഓയിലൊന്ന് തേച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ചൊരു പൊടി ഇട്ടിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം. ഈ സിലിക്കോൺ മോൾഡും അതുപോലെ പേപ്പറിൻ്റെയും പോലെയല്ല, അതിനകത്തൊന്നും ഒട്ടിപ്പിടിച്ചിരിക്കില്ല. അപ്പോൾ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഗ്രീസ് ചെയ്തെടുത്തത്. മോൾഡിലിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഓരോ മോൾഡും അനുസരിച്ച് വ്യത്യാസം വരും. ഇത് കുറച്ച് വലിപ്പമുള്ള ടൈപ്പ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഒഴിച്ചു കൊടുത്തത്. ടോപ്പിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഈ പേപ്പർ മോൾഡ് കുറച്ചൊന്ന് ഷേപ്പ് വ്യത്യാസം വരുന്നുണ്ട്. അതേസമയം ഓവനിൽ വയ്ക്കുകയാണെങ്കിൽ പേപ്പർ മോൾഡിന് ഒരു കുഴപ്പമില്ല, കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് ഷേപ്പ് വ്യത്യാസം വരുന്നുണ്ട്, പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഷേപ്പിൽ മാത്രം ചെറിയതായിട്ടൊരു വ്യത്യാസം വരും.
അപ്പോൾ അത് ബാറ്റർ എല്ലാത്തിൽ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഒരു 10-15 പ്രാവശ്യം ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കേക്ക് ബാറ്റർ മോൾഡിൻ്റെ 1/4 ഭാഗം മാത്രമാണ് ഒഴിച്ചു കൊടുക്കാമുള്ളൂ. മുഴുവനായിട്ടും ഫില്ല് ചെയ്ത് വയ്ക്കരുത്. അപ്പോൾ ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചോക്കോ സ്ട്രാൻഡ്സും അതുപോലെ ഷുഗർ ബോൾസും ഷുഗർ സ്ട്രാൻഡ്സൊക്കെ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇനി പ്ലേറ്റ് നമ്മൾ ആ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച പാനിലായിട്ട് ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒട്ടും എയർ പുറത്തേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മോർട്ടാർ വെച്ച് വെയിറ്റ് കൊടുത്തു. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ ഇത് റെഡി ആയിട്ടില്ല. വീണ്ടും ഒരു 5 മിനിറ്റോടെ ബേക്ക് ചെയ്തെടുത്തു. അപ്പോഴാണ് കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ ഇനി ഈ സെയിം ബാറ്റർ ഉപയോഗിച്ച് കേക്ക് ടിന്നിൽ ബേക്ക് ചെയ്തെടുക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ സെയിം പ്രോസസ്സ് തന്നെ നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്ത് ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. ഷുഗർ സ്ട്രാൻഡ്സും ഷുഗർ ബോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ബേക്ക് ചെയ്യണത് വേറൊരു രീതിയിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു ചരുവം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചരുവത്തിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു വയർ റാക്ക് വെച്ച് കൊടുത്തു. എന്നിട്ടൊരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ആ പ്രീ ഹീറ്റ് ചെയ്തെടുത്തതിലേട്ടാണ് നമ്മൾ ഈ കേക്ക് ടിൻ ഇറക്കി വെച്ചത്. എന്നിട്ടൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കപ്പ് കേക്കിന് 20 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുത്തത്. ഇതിന് 30 മിനിറ്റ് വേണ്ടി വന്നു. അതായത് ഇപ്പോൾ കറക്റ്റായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ടൂത്ത് പിക്കൊക്കെ നല്ല ക്ലീനാണ്. ഇതിൻ്റെ കണ്ടോ ഷേപ്പ് മാറിപ്പോയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇതും നല്ല ക്ലീനായിട്ട് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു വയർ റാക്കിലിട്ട് കൊട്ടിയിടാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കേക്ക് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം കഴിക്കാനായിട്ട്. കേക്ക് ചൂടോടുകൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയുടെ ഒരു കുത്തലും മുട്ടയുടെ ക്ലാവൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല തണുത്തതിന് ശേഷം വേണം കേക്ക് കഴിക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിലാണ് ഇപ്പോൾ മുട്ടയും പഴമൊക്കെ വെച്ചിട്ടുള്ളതെങ്കിൽ ഒരു കേക്ക് ബാറ്റർ റെഡിയാക്കണതിന് 1-2 മണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്നും എടുത്തു വയ്ക്കണം. നന്നായിട്ട് തണുപ്പൊക്കെ പോയതിന് ശേഷം വേണം കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാനായിട്ട്. അപ്പോൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തപടി തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ കേക്ക് ഹാർഡായി പോവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അപ്പോൾ നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.